റെഡ് അലർട്ടുള്ള മലപ്പുറത്തും അതിശക്തമായ മഴ തുടരുകയാണ്. ജില്ലയിൽ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 70 പേരെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധിയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്ത് ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇന്ന് ഉച്ചവരെ ശക്തമായി തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം അല്പം ശമനം ഉണ്ടായിരുന്നു. മഴക്കെടുതിയിൽ ജില്ലയിൽ 2 കുട്ടികൾ മുങ്ങിമരിച്ചു. കൊണ്ടോട്ടി നീറാട് തോട്ടിൽ വീണ് 4 വയസ്സുകാരൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. മേലേപ്പറമ്പ് കണ്ണപ്പത്തൊടി ഹമീദിന്റെ മകൻ ഐമൻ ആണ് മരിച്ചത്. വീടിന്റെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് വീണ് ഒഴുകി മീറ്ററുകളോളം അപ്പുറത്താണ് കുട്ടിയെ കണ്ടെത്തിയത്. വണ്ടൂർ തിരുവാലിയിൽ 3 വയസ്സുകാരനും തോട്ടിൽ വീണ് മരിച്ചു. തിരുവാലി ഗ്രാമപഞ്ചായത്ത് കണ്ടമംഗലത്താണ് 3 വയസ്സ് പ്രായമുള്ള കുട്ടി തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കണ്ടമംഗലത്ത് നൊട്ടൻ വീട്ടിൽ സെയ്താലിയുടെ മകളായ തസ്ലീമ ഭാനുവിന്റെയും അബ്ദുൽ മുനീറിന്റെയും മകൻ അബ്ദുൽ മുഹയ്യൻ എന്ന കുട്ടിയാണ് തോടരികിൽ കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിൽ വീണ് മുങ്ങി മരിച്ചത്. ജില്ലയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 70 പേരെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മലയോര മേഖലയിലും തീരദേശ മേഖലകളിലും മഴ ശക്തമായി തുടരുകയാണ്. പലയിടങ്ങളിലും റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗത തടസ്സവും ഉണ്ടായി. മലപ്പുറം തിരൂർ റൂട്ടിൽ വടക്കേമണ്ണയിൽ റോഡ് ഇടിഞ്ഞു വീണ് ഗതാഗതം സ്തംഭിച്ചു. മലപ്പുറം കൈനോട് വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വീട്ടമ്മയ്ക്ക് മണ്ണിനടിയിൽപ്പെട്ട് പരുക്കേറ്റു. വീടിന്റെ അടുക്കള ഭാഗം ഇടിഞ്ഞതോടെ ഉമൈബ അതിൽ അകപ്പെടുകയായിരുന്നു. കനത്ത മഴയിൽ തോട് കരകവിഞ്ഞൊഴുകി വണ്ടൂർ ചെത്തിയാറമ്മലിൽ 5ഓളം വീടുകളിൽ വെള്ളം കയറി. ഭാരതപ്പുഴയും ചാലിയാറും കരകവിഞ്ഞു. ജനം, മലപ്പുറം.